ഹായ് ഫ്രണ്ട്സ്, ലേബർ ലോ 2-ലെ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലൊരു ടോപ്പിക്കായിട്ടുള്ള കമ്മീഷണേഴ്സ് നമുക്ക് നോക്കാം. 19 മുതൽ 31 വരെയാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മീഷണേഴ്സും. പിന്നെ അവരെ എന്തിനാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഈ ആക്ടിൻ്റെ പ്രൊവിഷന് വേണ്ടി. അതുപോലെ തന്നെ അവരുടെ പവേഴ്സ്, പിന്നെ ഫോം ഓഫ് ആപ്ലിക്കേഷൻ ഫോർ കോമ്പൻസേഷൻ, മെത്തേഡ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിം ഫോർ കോമ്പൻസേഷൻ, പിന്നെ അതുപോലെ തന്നെ ഈ കമ്മീഷണറുടെ ഓർഡറിന് എഗനിസ്റ്റ് ആയിട്ട് അപ്പീൽ പോകുന്നതിനെ കുറിച്ചൊക്കെ ഇതിലാണ് പറയുന്നത്. ഇനി ഫസ്റ്റ് വൺ ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മീഷണേഴ്സ് നോക്കാം. സെക്ഷൻ 20-ൻ്റെ അകത്ത് പറയുന്നുണ്ട് എന്താണ്, ഇറ്റ് ലേ ഡൗൺ ദി ലോ റിലേറ്റിംഗ് ടു അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മീഷണേഴ്സ്. കമ്മീഷണേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ സെക്ഷൻ 20-ൻ്റെ അകത്താണ് പറയുന്നത്. ഈ സെക്ഷനിൽ ഓതറൈസ് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഈ ആക്ടിൻ്റെ പർപ്പസിന് വേണ്ടി കമ്മീഷണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഈ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ കൊടുത്തതിന് ശേഷമാണ്. അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് തന്നെ ഈ കമ്മീഷണേഴ്സിൻ്റെ ജൂറിസ്ഡിക്ഷനും പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെയെന്ന് പറയുന്നത് എല്ലാ കമ്മീഷണേഴ്സിനും ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അകത്ത് പറയുന്ന പബ്ലിക് സെർവൻറ്റിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു മീനിങ്ങിൽ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ആൾക്കാരായിരിക്കും ഈ കമ്മീഷണേഴ്സ് എന്ന് പറയുന്നത്. ഇനിയും റെഫറൻസ് ടു കമ്മീഷണേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 19 ക്ലോസ് 1-ൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എറൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് സെറ്റിൽ ചെയ്യാൻ കമ്മീഷണേഴ്സിന് അവിടെ അധികാരമുണ്ട്. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലയബിലിറ്റി ഓഫ് എനി പേഴ്സൺ ടു പേ കോമ്പൻസേഷൻ കൊടുക്കാൻ ഒരു വ്യക്തിയുടെ ലയബിലിറ്റി നോക്കുന്നത്. അതുപോലെ തന്നെ ഒരു പേഴ്സൺ പിന്നെ എന്താണ് ഇഞ്ചുറി പറ്റിയ ഒരു പേഴ്സൺ എംപ്ലോയി ആണോ അതോ അല്ലേ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് കോമ്പൻസേഷന്, ഡിസേബിൾമെൻറ്റിൻ്റെ നേച്ചറും എക്സ്റ്റെൻറ്റും ഒക്കെ അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ അത് തീരുമാനിക്കുന്നത് കമ്മീഷണേഴ്സാണ്. അതുപോലെ തന്നെ സിവിൽ കോടതിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനോ ഡിസൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതുമായിട്ട് ഡീൽ ചെയ്യാനോ ഉള്ള അധികാരം ഇല്ല. പവേഴ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 23-ക്ക് അകത്താണ് കമ്മീഷണേഴ്സിൻ്റെ പവേഴ്സ് കാര്യങ്ങളുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്ന് പറയുന്നത് എന്താണ്, കമ്മീഷണർക്ക് സിവിൽ കോടതിയുടെ CPCയിൽ പറയുന്ന സിവിൽ കോടതിയുടെ എല്ലാ പവേഴ്സും ആർക്കുണ്ട്? കമ്മീഷണേഴ്സിനുണ്ട്. ഇനി എന്താണ് അവരുടെ പർപ്പസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഓത്ത്, ടേക്കിംഗ് എവിഡൻസ് ഓൺ ഓത്ത്. രണ്ടെന്ന് പറയുന്നത് എൻഫോഴ്സിങ് അറ്റൻഡൻസ് ഓഫ് വിറ്റ്നസ് ആൻഡ് കമ്പലിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പിന്നെ ഓത്തിൻ്റെ ഇതിൽ എവിഡൻസ് എടുക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ വിറ്റ്നസിൻ്റെ അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ മെറ്റീരിയൽ ഒബ്ജക്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി കമ്പൽ ചെയ്യാൻ വേണ്ടിയും ആർക്ക് പറ്റും? കമ്മീഷണേഴ്സിന് പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്